ഇനി ആ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എടുത്ത് അതിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മഴ ദാ ചാറി തുടങ്ങി കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ അതിലേക്ക് തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. എല്ലാം വേഗത്തിൽ ചെയ്തുകൊണ്ട് എനിക്കൊരു തൃപ്തിയും വന്നില്ല. പിന്നെ പറ്റിയതുപോലെ തട്ടിക്കൂട്ടി. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അപാരമായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ പറയുക. നിങ്ങളുണ്ടാക്കുന്ന റെസിപ്പിയും എനിക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലും കപ്പയൊക്കെ നന്നായിട്ട് ഞാൻ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മണം അടിക്കുമ്പം തന്നെ വയറ് നിറയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.